കന്യാമറിയത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? കന്യാജനനം സംഭവിച്ചത് എങ്ങനെയാണ്? കന്യാജനനത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ബൈബിളിന്റെ ഉത്തരം നമുക്ക് നോക്കാം. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് കന്യകയായിരിക്കുമ്പോൾ തന്നെ യേശുവിന് ജന്മം നൽകാനുള്ള ശ്രേഷ്ഠമായ പദവി ലഭിച്ചെന്ന് ബൈബിൾ പറയുന്നു. ഈ അദ്ഭുതത്തെക്കുറിച്ച് ബൈബിൾ പുസ്തകമായ യെശയ്യായിൽ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിന്റെ നിവൃത്തി മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ കാണാം. മിശിഹയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞു: അതുകൊണ്ട് യഹോവ തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. ഇതാ, യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൾ അവന് ഇമ്മാനുവേൽ എന്ന് പേരിടും. യെശയ്യാ 7:14. ദൈവപ്രചോദിതമായി സുവിശേഷ എഴുത്തുകാരനായ മത്തായി യെശയ്യായുടെ ഈ പ്രവചനത്തെ മറിയയ്ക്ക് ബാധകമാക്കി. മറിയ അത്ഭുതകരമായി ഗർഭിണിയായി എന്ന കാര്യം പറഞ്ഞ ശേഷം മത്തായി ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ഇതെല്ലാം സംഭവിച്ചത് യഹോവ പറഞ്ഞ കാര്യങ്ങൾ നിറവേറേണ്ടതിനാണ്. ദൈവം തന്റെ പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഇതാ, കന്യക ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രസവിക്കും. അവർ അവന് ഇമ്മാനുവേൽ എന്നു പേരിടും. ആ പേരിന്റെ അർത്ഥം ദൈവം ഞങ്ങളുടെ കൂടെ എന്നാണ്. മത്തായി 1:22-23. സുവിശേഷ എഴുത്തുകാരനായ ലൂക്കോസും മറിയയുടെ അത്ഭുതകരമായ ഗർഭധാരണത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചത് ദാവീദുഗൃഹത്തിലെ യോസേഫ് എന്ന പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു കന്യകയുടെ അടുത്തേക്കാണെന്ന് അദ്ദേഹം എഴുതി. ലൂക്കോസ് 1:26-27. താൻ ഒരു കന്യകയാണെന്ന കാര്യത്തിൽ മറിയയ്ക്ക് സംശയമില്ലായിരുന്നു. താൻ മിശിഹയായ യേശുവിന്റെ അമ്മയാകുമെന്നു കേട്ടപ്പോൾ മറിയ ഇങ്ങനെ ചോദിച്ചു: ഞാനൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാത്ത സ്ഥിതിക്ക് ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കോസ് 1:34. കന്യാജനനം സംഭവിച്ചത് എങ്ങനെ? മറിയ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണ്, അതായത് ദൈവത്തിന്റെ പ്രവർത്തനനിരതമായ ശക്തിയുടെ ഫലമായിയാണ്. മത്തായി 1:18. മറിയയോട് ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അക്കാരണത്താൽ ജനിക്കാനിരിക്കുന്നവൻ വിശുദ്ധനെന്ന്, ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് 1:35. ദൈവം തന്റെ മകന്റെ ജീവനെ അത്ഭുതകരമായി മറിയയുടെ ഉദരത്തിലേക്ക് മാറ്റിക്കൊണ്ട് മറിയയൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ ദൈവം ഇടയാക്കി. കന്യാജനനത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? യേശുവിന് പൂർണ്ണതയുള്ള മനുഷ്യശരീരം കൊടുക്കുന്നതിനു വേണ്ടിയാണ് ദൈവം യേശുവിനെ ഒരു കന്യകയിലൂടെ ജനിപ്പിച്ചത്. എങ്കിലേ മനുഷ്യകുടുംബത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ യേശുവിന് കഴിയൂ. യോഹന്നാൻ 3:16, എബ്രായർ 10:5. ദൈവം യേശുവിന്റെ ജീവൻ മറിയയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം അപൂർണതയുടെ ഒരു കണിക പോലും വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ സംരക്ഷിച്ചിട്ടുണ്ടാകണം. ലൂക്കോസ് 1:35. അങ്ങനെ യേശു ഒരു പൂർണ്ണ മനുഷ്യനായി ജനിച്ചു. ആദാം പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏതവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിൽ. ക്രിസ്തു പാപം ചെയ്തില്ല എന്നു യേശുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. 1 പത്രോസ് 2:22. അതുകൊണ്ട് മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള മോചനവില കൊടുക്കാൻ പൂർണ്ണ മനുഷ്യനായ യേശുവിനെ കഴിഞ്ഞു. 1 കൊരിന്ത്യർ 15:21-22. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യനിലൂടെ മരണം വന്നതുപോലെ മരിച്ചവരുടെ പുനരുത്ഥാനവും ഒരു മനുഷ്യനിലൂടെയാണ് വരുന്നത്. 22. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവർക്കും ജീവൻ കിട്ടും. മറിയ നിത്യകന്യകയായിരുന്നോ? മറിയ നിത്യകന്യകയായിരുന്നെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് മറിയയ്ക്ക് വേറെയും മക്കളുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. മത്തായി 12:46 ഇങ്ങനെ വായിക്കുന്നു: യേശു ഇങ്ങനെ ജനക്കൂട്ടത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് സംസാരിക്കാൻ അമ്മയും സഹോദരന്മാരും പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു. തുടർന്ന് മർക്കോസ് 6:3 പറയുന്നു: ഇയാളൊരു മരപ്പണിക്കാരനല്ലേ? ആ മറിയയുടെ മകൻ യാക്കോബും യോസേഫും യൂദാസും ശിമോനും ഇയാളുടെ സഹോദരന്മാരല്ലേ? ഇയാളുടെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ യേശുവിൽ വിശ്വസിക്കാതിരുന്നു. ലൂക്കോസ് 2:7 പറയുന്നു: മറിയ ഒരു ആൺകുഞ്ഞിനെ, തന്റെ മൂത്ത മകനെ പ്രസവിച്ചു. യോഹന്നാൻ 7:5 യേശുവിന്റെ അനിയന്മാർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നു പറയുന്നു. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മറിയയ്ക്ക് യേശുവിനെ കൂടാതെ വേറെയും മക്കളുണ്ടായിരുന്നു എന്നാണ്. മറിയ അമലോദ്ഭവ ആയിരുന്നോ? അല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അമലോദ്ഭവമെന്ന പഠിപ്പിക്കലിനെക്കുറിച്ച്
പുതിയ കത്തോലിക്കാ സർവ്വവിജ്ഞാനകോശം പറയുന്നതനുസരിച്ച് അമ്മയുടെ ഗർഭത്തിൽ കന്യാമറിയം ഉണ്ടായതുമുതൽ ജന്മപാപമില്ലാതെയാണ് വളർന്നുവന്നത്. ബാക്കി മനുഷ്യരെല്ലാം കൈമാറിക്കിട്ടിയ പാപവുമായി പിറന്നപ്പോൾ അതുല്യമായ ദൈവകൃപയാൽ മറിയ ജന്മപാപമില്ലാതെ ജനിക്കാനിടയായി എന്നാണ്. എന്നാൽ മറിയ ജന്മപാപത്തിൽ നിന്ന് മോചിതയാണെന്ന കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. സങ്കീർത്തനം 51:5 പറയുന്നു, ഞാൻ കുറ്റമുള്ളവനായല്ലോ ജനിച്ചത്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. റോമർ 5:12 പറയുന്നു, ഒരു മനുഷ്യനിലൂടെ പാപവും പാപത്തിലൂടെ മരണവും ലോകത്തിൽ കടന്നു, അങ്ങനെ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. മോശയുടെ നിയമം അമ്മമാരോടർപ്പിക്കാൻ പറഞ്ഞ പാപയാഗം അർപ്പിച്ചതിലൂടെ മറിയ തന്നെ താനൊരു പാപിയാണെന്ന കാര്യത്തിന് തെളിവ് നൽകി. മോശൈക ന്യായപ്രമാണമനുസരിച്ച് താനൊരു പാപിയാണെന്ന കാര്യം മറിയയ്ക്ക് അറിയാമായിരുന്നു. ലേവ്യർ 12:2-8 വരെയുള്ള വാക്യം. തുടർന്ന് മറിയ അത് അനുസരിക്കുന്നതായി കാണാൻ കഴിയും. ലൂക്കോസ് 2:21-24 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 8 ദിവസത്തിനു ശേഷം കുഞ്ഞിനെ പരിച്ഛേദന ചെയ്യാനുള്ള സമയമായി. മറിയ ഗർഭിണിയാകുന്നതിനു മുൻപേ ദൂതൻ പറഞ്ഞിരുന്നതുപോലെ കുഞ്ഞിനപ്പോൾ യേശു എന്നു പേരിട്ടു. മോശയുടെ നിയമമനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള സമയമായപ്പോൾ അവർ കുഞ്ഞിനെ യഹോവയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി യെരുശലേമിലേക്ക് പോയി. ആദ്യം ജനിക്കുന്ന ആണിനെയൊക്കെ യഹോവയ്ക്ക് സമർപ്പിക്കണമെന്ന് യഹോവയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചാണ് അവർ പോയത്. 2 ചെങ്ങാലിപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ അർപ്പിക്കണമെന്ന് യഹോവയുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവർ അവിടെ ഒരു ബലിയർപ്പിച്ചു. പുതിയ കത്തോലിക്കാ സർവ്വവിജ്ഞാനകോശം പറയുന്നു, അമലോദ്ഭവം എന്ന ആശയം തിരുവെഴുത്തുകൾ വ്യക്തമായി പഠിപ്പിക്കുന്നില്ല, അത് സഭയുടെ പഠിപ്പിക്കലാണ് എന്നാണ്. മറിയയെ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്? മറിയ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും താഴ്മയുടെയും നല്ല ആത്മീയതയുടെയും മികച്ച മാതൃക വെച്ചു. നമ്മൾ അനുകരിക്കേണ്ട വിശ്വസ്തരിലൊരാളാണ് മറിയയും. എബ്രായർ 6:12 പറയുന്നു, അങ്ങനെ നിങ്ങൾ മടിയില്ലാത്തവരായി വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും വാഗ്ദാനങ്ങൾ അവകാശമാക്കിയവരെ അനുകരിക്കുന്നവരാകും. അതെ, യേശുവിന്റെ അമ്മയെന്ന അതുല്യമായ പദവി മറിയയ്ക്കുണ്ടെങ്കിലും മറിയയെ ആരാധിക്കണമെന്നോ മറിയയോട് പ്രാർത്ഥിക്കണമെന്നോ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. യേശു മറിയയ്ക്ക് പ്രത്യേക ബഹുമതി കൊടുക്കുകയോ തന്റെ അനുഗാമികളോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ല. സുവിശേഷങ്ങളിലെ ചില പരാമർശങ്ങളും പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു പരാമർശവും ഒഴിച്ചാൽ മറിയയുടെ പേര് പുതിയ നിയമം എന്നു പൊതുവെ അറിയപ്പെടുന്ന ഭാഗത്തുള്ള ബാക്കി 22 പുസ്തകങ്ങളിലും കാണുന്നില്ല. പ്രവൃത്തികൾ 1:14. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ മറിയയ്ക്ക് പ്രത്യേക സ്ഥാനമോ ആദരവോ കൊടുത്തിരുന്നതായി തിരുവെഴുത്തുകളിൽ എവിടെയും ഒരു തെളിവില്ല. മറിച്ച് ക്രിസ്ത്യാനികൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്.